ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ജഡായു എർത്ത് സെൻറ്ററിലാണ് ഗൈസ്. ഇത് ചടയമംഗലത്താണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് നമുക്ക് അത് കാണാൻ പോകണം എന്നുള്ള ഒരു ഒരു കൗതുകം. കാരണം ഒരുപാട് പോയവരെല്ലാം പറയുന്നുണ്ട് അത് നല്ല രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നല്ല കാഴ്ചയൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് കയറി ഒരുപാട് സുരക്ഷിത മാർഗ്ഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നത്. എന്തായാലും ടിക്കറ്റ് പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുറച്ച് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ കുറച്ച് ലേറ്റായി നമ്മൾ. സോ എന്നാലും നമുക്ക് അത്രയും ടോപ്പിലെത്താം, അതും കേബിൾ കാർ വഴിയാണ് പോകുന്നത് എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും ചിന്തിച്ചതേയില്ല. കാരണം അത് അവിടെ എത്തണം, ആ കാഴ്ചകൾ കാണണം, നല്ല വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ അത്രയും കഠിനമായിട്ട് ക്യൂ ഇങ്ങനെ നിന്നു ഗൈസ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നോർത്തിൽ നിന്നും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ അവധിയാണല്ലോ. ഇപ്പോൾ നമ്മുടെ പൂജവെപ്പിൻ്റെ അവധിയും നവരാത്രിയുടെ അവധിയൊക്കെ ആയതുകൊണ്ട് അത്രയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാം അവിടെ ഇരുന്ന്. കാരണം വിശ്രമിക്കുക എന്നല്ല, നമുക്ക് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലേ അതിൻ്റെ അകത്തോട്ട് കേബിൾ കാർ കിട്ടത്തുള്ളൂ. സോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് പോകണം. സോ അപ്പോൾ അവിടെ ഒരുപാട് കിച്ചണും കഫേസും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനും എല്ലാം ഉള്ള സൗകര്യം അവിടെ ഉണ്ട്. സോ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് നമ്മളവിടെ എത്തി. എല്ലായിടത്തും ക്രൗഡഡാണ് കേട്ടോ. അത്രയും ഹോളിഡേയ്സ് ആയതുകൊണ്ട് അത്രയും ക്രൗഡഡും ആയിരുന്നു ആൾക്കാർ. അങ്ങനെ കേബിൾ കാർസ് വരുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഒരു കേബിൾ കാറിൽ കയറുന്നതും അങ്ങനത്തെ ഈ ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു കൂളായിട്ട് ചില്ലായിട്ട് നിൽക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഓരോ കേബിൾ കാർസിൽ ഒരു സെക്ഷനിൽ 4 കേബിൾ കാർസ് ഉണ്ട്. അതിൽ 8 പേരെ ഒരു കപ്പാസിറ്റിയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിനിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കുള്ള എത്തിയിട്ടുണ്ട്. കേബിൾ കാർ 4 കേബിൾ കാർ എത്തിയിട്ടുണ്ട്. സോ അങ്ങനെ കേബിൾ കാർ വന്നതിന് ശേഷം എല്ലാവരും എക്സൈറ്റഡാണ്. കാരണം ഇത് ഞാൻ ഒരുപാട് എക്സൈറ്റഡാണ്. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഒരു കേബിൾ കാറിൽ കയറി ഇത്രയും ഹൈറ്റ്സിലോട്ട് പോകുന്നതും എല്ലാം. സോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സോ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ കേബിൾ കാർ എന്ന് പറയുമ്പോൾ അതും നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ അത്രയും ഒരു കൗതുകവും അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റും നമുക്കുണ്ടാകും. സോ അതുകൊണ്ട് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാനും തയ്യാറായിരുന്നു. അപ്പോൾ അവസാനം നമ്മുടെ കേബിൾ കാർ എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ആൾക്കാരെല്ലാം ഒരുപാട് പെട്ടെന്ന് കയറുന്നുണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ പെട്ടെന്ന് കയറണം, എന്നാലേ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും. സോ അപ്പോൾ നമ്മൾ വേഗം നമ്മൾ കയറി പോകണം. പിന്നെ അത്രയും ആൾക്കാരുണ്ട്, അത്രയും ക്രൗഡഡുമാണ്. നമ്മൾ 2-3 ദിവസത്തെ അവധി ഉള്ളതുകൊണ്ടും നമുക്ക് അത്രയും ഒരു ആൾക്കാരെല്ലാം അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ഒരു അഡ്വഞ്ചറിന് വരുമ്പോൾ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ നമ്മൾ വേറെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവർക്കും എൻ്റർടൈൻഡ് ആവണം ലൈഫിൽ. എല്ലാവർക്കും അഡ്വഞ്ചറായിട്ടുള്ള ഐറ്റംസ് എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളും ചിന്തിക്കുക. കാരണം അതാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നിൽക്കണമല്ലോ. കാരണം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എൻജോയ് ചെയ്യാനും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആണല്ലോ. സോ അപ്പോൾ നമ്മൾ കുറച്ച് എല്ലാവർക്കും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സ് ആയിരിക്കണം നമുക്ക് എല്ലാത്തിനും. എന്നാലേ നമുക്ക് വെയിറ്റിങ്ങിന് നമുക്ക് ഒരുപാട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ച് പോകാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ ആയിരിക്കണം. സോ അപ്പോൾ നമ്മൾ കേബിൾ കാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നു. കുറച്ച് സമയം എടുത്താലും നമുക്ക് അതൊരു അന്യായം എക്സ്പീരിയൻസ് ആണല്ലോ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് ഒരു സുഖമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണെന്ന് തോന്നി. കാരണം അങ്ങനെ പിന്നെ നമ്മൾ അവസാനം അതിൻ്റെ അകത്തോട്ട് കയറി. അത് കയറിയപ്പോൾ തന്നെ അത് മുകളിലോട്ടപ്പോൾ തന്നെ കയറി പോയി. അപ്പോൾ ഞാനൊരുപാട് എക്സൈറ്റഡ് ആയത്, കാരണം ഞാനത് ഫസ്റ്റ് ടൈമാണല്ലോ കയറുന്നത്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് പേടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മളെന്തായാലും സേഫാണത്, കേബിൾ കാറാണല്ലോ. സോ അപ്പോൾ എന്തായാലും പ്രോബ്ലി നമ്മൾ സേഫാണ്. അധികം മുകളിലോട്ടൊന്നും അധികം ഹൈറ്റും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഹൈറ്റുണ്ട്, എന്നാലും അത് നമുക്ക് ആ ഒരു പേടി നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ കുറച്ച് നേരം എണീറ്റൊക്കെ നിന്നു. കാരണം അത് അന്യായ കാഴ്ചയായിരുന്നു. കാരണം
ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ഈ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു കൗതുകവും ആ ഒരു എൻ്റെ ഒരു എന്താ പറയുക മനസ്സിലുണ്ടാവുന്ന ഒരു ജിജ്ഞാസയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങനെ അതെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് ആ കേബിൾ കാറും എൻജോയ് ചെയ്ത് അങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് എത്താറായി. അതിൻ്റെ ആ ഒരു വ്യൂ തന്നെ പൊളിയാണ് കേട്ടോ. ആ സൺസെറ്റ് സമയം ആവാറായി കേട്ടോ. നമ്മൾ എത്താറായതും ആ ഒരു സമയത്തായിരുന്നു. എല്ലാവരും പറയുന്നത് നമ്മൾ ഒരു മോർണിംഗിൽ പോകണം, ഒരു ആഫ്റ്റർനൂൺ ഉച്ചയ്ക്കൊക്കെ പോകണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സൺസെറ്റ് ആവുന്ന സമയത്താണ് പോകുന്നത്. അത് ആ ഒരു ചുമചുമാന്ന് നിൽക്കുന്ന ആ ഒരു ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് കേട്ടോ. നമ്മുടെ ആ സൂര്യനും ആ ഒരു സന്ധ്യ നേരം ആവാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ചുമപ്പും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ അങ്ങ് എത്തി കേട്ടോ. ഒരു അന്യായമായ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും. നമ്മൾ അതിൻ്റെ മുകളിൽ എത്തുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ എന്തുമാത്രം ഒരു കുളിർമയും ഒരു എക്സൈറ്റ്മെൻറ്റും നൽകുന്ന ഒരു കാഴ്ചയാണ് ഇതെന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതും ഇത്രയും വലിയൊരു മലയുടെ മണ്ടയിലും പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഒരു സൺസെറ്റും ഇതെല്ലാം ഒരു വല്ലാത്തൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇത്രയും ഇങ്ങനെയുള്ള അഡ്വഞ്ചറൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യാനോ ഇങ്ങനെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാനോ ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. കണ്ടില്ലേ എന്ത് രസമായല്ലോ. ഞാൻ അവിടെ എത്തിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു സൺസെറ്റ് കാണുന്നത്. പല സൺസെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ അത്രയും ടോപ്പിൽ നിന്നിട്ട് നമ്മളൊരു സൺസെറ്റ് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലം, ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എവിടെ വേണോ പോയി നിന്ന് ഫോട്ടോ എടുക്കാം. അതെല്ലാം നല്ല ബാക്ക്ഗ്രൗണ്ടുമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ടും നല്ല എന്താ പറയുക ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് തന്നെയാണിത്. അത്രയും എന്താ പറയുക അവിടെ അത്രയും വൃത്തിയായിട്ട് അത്രയും ഹൈജീനിക്കായിട്ടാണ് അവരെല്ലാം ചെയ്തേക്കുന്നത്. ആ വ്യൂ തന്നെ കണ്ടില്ലേ ഗൈസ്, ഒരു രക്ഷയുമില്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയി കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. സോ അപ്പോൾ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റും അത്രയും ഒരു സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മണ്ടയിൽ എത്തിയപ്പോൾ ഈ വ്യൂസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ ഒരു വ്യൂ നമുക്ക് ഒരുപാട് എനിക്ക് നന്നായിട്ട് എനിക്ക് എന്താ പറയുക ഒരു ഫീലായിട്ട് തോന്നി. കാരണം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ എന്തുമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ള ആ ഒരു ഫീല്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലേ അവിടെ അത്രയും കറങ്ങി കാണണം. എനിക്ക് എന്താ പറയുക ഒരു റൊട്ടേഷനായിട്ടുള്ള ഇത് കിട്ടണമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങിയതും എല്ലാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സന്ധ്യ അങ്ങ് മയങ്ങി രാത്രിയായി കേട്ടോ. രാത്രി ആയപ്പോൾ തൊട്ടും ഒരുപാട് നല്ല വ്യൂസ് കേട്ടോ. അപ്പോഴും രാത്രിയിലും വല്ലാത്തൊരു വ്യൂ തന്നെയാണ് കേട്ടോ. ആ ഒരു ജടായുവിൻ്റെ ആ ഒരു പൊസിഷനും ആ ഒരു രീതിയും എല്ലാം നമുക്ക് എന്താ പറയുക ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത്രയും നമ്മൾ കേബിൾ കാറിലൊക്കെ പോയി അങ്ങ് എത്തിയത് വർത്താണ് കേട്ടോ. ഒരു രക്ഷയുമില്ല. നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സായാഹ്നത്തിലോ അല്ലെങ്കിൽ ഒരു സമയത്തോ അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്തോ ഒക്കെ നമ്മൾ ഫാമിലിയായിട്ട് അവിടെ പോയി നമ്മൾ സമയം ചിലവഴിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു വല്ലാത്തൊരു ഫീലാണ് അവിടെ തന്നെ. പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത്രയും നമ്മളെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെ എല്ലാവരും ഇതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്രഷ്നെസ്സിനും ഒരു എൻജോയ്മെൻറ്റിനും ഒരു അഡ്വഞ്ചറിനും ഒരു എന്താ പറയുക ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സമാധാനത്തിനും പിന്നെ എന്താ പറയുക നമ്മുടെ എല്ലാ സ്ട്രെസ്സുകളും ജോലിയിൽ നിന്നും പഠിത്തത്തിൽ നിന്നും ഒക്കെ ഉള്ള എല്ലാ സ്ട്രെയിൽ നിന്നും വല്ലാത്തൊരു അനുഭവം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും അവിടെ പോകാൻ ശ്രമിക്കുക. അതൊരു ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും നമ്മൾ പോകുന്നത് നന്നായിരിക്കും. കാരണം അത്രയും കാഴ്ചകളാണ് അവിടെ എല്ലായിടത്തും ഉള്ളത്. അത് എന്നെയും ഒരുപാട് കുളിർമ നൽകി. കാരണം അത്രയും നമ്മൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിൽ നമ്മൾ പോകുമ്പോൾ അത്രയും തണുത്ത കാറ്റ് വേണം. ഒന്നത് മലയും കൂടെ ഹിൽ ഏരിയയും കൂടെ അല്ലേ. അപ്പോൾ അത്രയും നമ്മൾ ആ ഒരു ടോപ്പിലെത്തുമ്പോൾ ഒരു ചൂടോ ഒന്നും അനുഭവപ്പെട്ടില്ല. നല്ല തണുത്ത കാറ്റും എല്ലാമായിരുന്നു. പിന്നെ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഡിവൈൻ ഫീലാണ്. നമുക്ക് എന്തോ നമ്മൾ എന്താ പറയുക മനസ്സിനൊരു കുളിർമയും മനസ്സിന് എന്തോ ഭാരമൊക്കെ ഇറക്കി വെച്ച ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്തു ഞാൻ അതിൻ്റെ മണ്ടയിൽ. അതിനെക്കാട്ടിയും ഒരുപാട് വ്യൂസാണ് കേട്ടോ. നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ 100-200 ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പോയി നിന്ന് കഴിഞ്ഞാൽ രാവിലത്തെ വ്യൂവും ഉച്ചക്കത്തെ വ്യൂവും അല്ലെങ്കിൽ സന്ധ്യ ആകുമ്പോൾ ഉള്ള വ്യൂവും ആ സൺസെറ്റ് ആവുന്ന വ്യൂവും പിന്നെ രാത്രിത്തെ വ്യൂ എല്ലാം കണ്ടുപോരാം. അത്രയ്ക്ക് എന്നാലും നമുക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എപ്പോഴും. നമുക്ക് ഒരു ഡേ ഫുള്ള് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു
വല്ലാത്തൊരു ഫീലായിരുന്നു, ഒരു അനുഭവമായിരുന്നു കേട്ടോ അവിടെ. കാരണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനേ തോന്നിയില്ല. കാരണം അത്രയ്ക്കും നമ്മളെന്തോ നമ്മുടെ മനസ്സിന് എന്താ പറയുക ഒരു കുളിർമയും നമുക്കൊരു അവിടെ നല്ല കാറ്റും അതൊക്കെ വന്നപ്പോൾ നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോസ് അവിടെ നിന്ന് മാറിയും തിരിഞ്ഞുമൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കൂടുതലും നമുക്ക് അവിടെ നിന്ന് ഈ വീഡിയോ ഒന്നും എടുക്കാതെ ഇരുന്ന് ഇത് എൻജോയ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കിതെല്ലാം നമ്മളെ ക്യാമറകളിലും പകർത്തണം, എല്ലാവരിലും എത്തിക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് പിന്നെ നമ്മൾ ഫുള്ള് വ്യൂസും കറങ്ങി എടുത്തു. എല്ലാം എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഫുള്ള് കറങ്ങി ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ചൊക്കെ നമ്മളവിടെ ഇരുന്നിട്ടൊക്കെ നമുക്കൊരു പീസായിട്ടുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ പിന്നെ തിരിച്ച് പോകാനുള്ളതായി. നമ്മളൊരു 1 മണിക്കൂറോളം മുകളിൽ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഈവനിങ്ങുമാണ്, പിന്നെ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. പിന്നെ അവധി ദിവസവും ഇല്ല, അപ്പോൾ അത്രയ്ക്കും ഒരു ക്രൗഡ് ആയിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക, എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റീസ് ഉണ്ട്, എല്ലാം കറക്റ്റായിട്ട് ലീഡ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കേബിൾ കാർസ് ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ കേബിൾ കാർസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കേബിൾ കാർസ് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തെ രാജ്യങ്ങളിലാണ് നമ്മൾ ഇത്രയും ഒരു കേബിൾ കാർസും ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ കേരളത്തിലാവുമ്പോഴും നമ്മൾ അധികം കേബിൾ കാർസിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പുറത്ത് പോയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ ഇത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് അതൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതൊരു ഒരു 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 എക്സ്പീരിയൻസ് ആണല്ലോ ലൈഫിൽ. നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ഒരു അർത്ഥവും ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു അഡ്വഞ്ചറൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമുക്ക് മുന്നോട്ട് ജീവിക്കാനുമുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടുന്നതും ഇങ്ങനെയൊക്കെയുള്ള അഡ്വഞ്ചേഴ്സും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുതിയ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ആണല്ലോ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ എത്തിയിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പോകാനുള്ള കേബിൾ കാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് കയറി ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം അവിടെ തീർത്തു ആണ് തിരിച്ചു വന്നത് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ തിരിച്ച് പോകാനേ തോന്നിയില്ല. പക്ഷേ എന്തായാലും നമുക്ക് തിരിച്ച് പോകണമല്ലോ, രാത്രി വൈകിയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്തായാലും പോകണം. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, നമ്മൾ ഒരു രക്ഷയുമില്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവം പറയാമല്ലോ, എല്ലാവരും ഒരു തവണ നമ്മളെന്തായാലും പോയി കാണണം കേട്ടോ. അത് അമ്മാതിരി എക്സ്പീരിയൻസ് ആണത്. ആ കേബിൾ കാറിൽ തന്നെ പോയി നമ്മൾ അങ്ങോട്ട് പോവുകയും തിരിച്ച് വരികയൊക്കെ ചെയ്യണം. കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അവധി ദിവസം കിട്ടുമ്പോഴും നമ്മൾ സമയം കണ്ടെത്തി അവിടെ പോയി ഒക്കെ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു യാത്ര ചെയ്യും, ഇങ്ങനെ അഡ്വഞ്ചർ യാത്രയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കപ്പിൾസ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാരണം എല്ലാവരും നമ്മുടെ എന്താ പറയുക, എല്ലാവരുടെ ഉള്ളിലും എല്ലാവരുടെ ഫേസിലും ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അതിന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം അവിടെ കുറച്ച് ആൻറ്റീക്സ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് പിന്നെ കിച്ചണുണ്ട്, കഫേ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ആൻറ്റീക്ക് ഷോപ്പിൽ കുറച്ചൊക്കെ ഒന്ന് കയറിയൊക്കെ നോക്കി. നല്ലതായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പഴയ പഴയ കാര്യങ്ങളും അല്ലാതെ ആർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളും ആൻറ്റീക്സും അതും ഇതുമൊക്കെ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനും. അങ്ങനെ അതൊക്കെ നമ്മൾ ജസ്റ്റ് പോയി അതിൻ്റെ വിലയൊക്കെ തിരക്കി അതൊക്കെ കണ്ടു. അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയുള്ള ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്കും ലൈഫിൽ ഒരു അർത്ഥമുണ്ടാകുന്ന തലത്തിലാണ്. ഇങ്ങനെയും കാഴ്ചകളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ എന്നുള്ള ഒരു പുതു കാഴ്ചകളും പുതു അനുഭവങ്ങളും അത് ലൈഫിനെ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജമാണല്ലോ അത്. അങ്ങനെ അവിടെയൊക്കെ കുറച്ചൊക്കെ കണ്ടു. ഞാൻ പിന്നെ ഒരു മിറർ കണ്ടു. കണ്ണാടി എപ്പോൾ കണ്ടാലും ഞാൻ എന്നെ തന്നെ നോക്കാറുണ്ട് എപ്പോഴും. കാരണം എപ്പോൾ കണ്ണാടി കണ്ടാലും ഞാൻ അവിടെ തന്നെ നോക്കി നിന്ന് കുറച്ച് നേരം എന്നെ തന്നെ ഞാൻ ആസ്വദിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മളെ തന്നെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ? അതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരുവിധം എല്ലാവരും പോയ ഒരു സമയമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഒരു പടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ എന്തായാലും നമ്മൾ നല്ലൊരു സായാഹ്നം അവിടെ നമുക്ക് ചിലവഴിക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം ഇത്രയും നല്ലൊരു പ്ലേസ് നമ്മൾ ഇതുവരേക്കും പോയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് വിഷമം തോന്നി. കാരണം എന്നാലും ഇപ്പോൾ പോയപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാക്കി. കാരണം ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും രാജ്യത്തും നല്ല രീതിയിൽ വളരുന്നത് അതൊരു വലിയൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ അത് അവർക്കും എന്താ പറയുക, ഒരു സന്തോഷവും ഹാപ്പിനെസ്സും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജവും തരുമല്ലോ. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. നമ്മൾ യാത്രകൾ എന്നും നമുക്ക് അനുഭവങ്ങളും പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ ആൾക്കാരെ കാണാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പോൾ അത് നമ്മൾ മാക്സിമം
എല്ലാവരും ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ എല്ലാവരും എന്തായാലും ഞാനിത് എല്ലാവരടുത്തും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ പോകാൻ ശ്രമിക്കുക. നമ്മൾ ഒരു ദിവസം അവിടെ മെനക്കെട്ട് പോയി കഴിഞ്ഞാൽ അത് അത്രയും വർത്താണ്. നമുക്കൊരു ലൈഫിൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യമാണ്. ഇത് ചടയമംഗലത്താണ് ഉള്ളത്. സോ ഇത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എന്തായാലും നിങ്ങളും അവിടെ പോയി കാണുക. അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടാറ്റ. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും